നിലമ്പൂർ നഗരസഭയിൽ 1500 വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ LDF-ന് ഉണ്ടായിരുന്നു. പിന്നീട് എണ്ണുന്ന കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലും വലിയ ലീഡ് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആദ്യം വഴിക്കടവും മൂത്തേടവും എണ്ണുമ്പോൾ UDF-ന് ഗണ്യമായ ലീഡ് ഇല്ലെങ്കിൽ പിന്നീട് ചിത്രം മാറും. LDF-ന് അനുകൂലമായി സാഹചര്യങ്ങൾ മാറിയേക്കാം എന്നതാണ് പൊതുവിൽ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ആ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രാഗിൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. രാഗിൻ നിൽക്കുന്നത് M സ്വരാജിന്റെ വീടിന് മുന്നിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷം കുറഞ്ഞത് 1500 വോട്ടിനെങ്കിലും വിജയിച്ച് കയറും എന്താണല്ലോ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം. ഈ ആത്മവിശ്വാസം M സ്വരാജും വെച്ച് പുലർത്തുന്നുണ്ട്. വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ എപ്പോൾ ആ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നത് വ്യക്തമാകും എന്ന് LDF ക്യാമ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യ റൗണ്ട് തന്നെ വളരെ പ്രധാനമാണല്ലോ. വഴിക്കടവിൽ ലീഡുണ്ടോ, മൂത്തേടത്ത് ലീഡ് എടുക്കാൻ കഴിയുമോ? മൂത്തേടത്ത് സാധാരണ നിലയിൽ UDF-ന് തന്നെയാണ് വലിയ ലീഡ് എപ്പോഴും. എങ്കിലും വഴിക്കടവിലെ ലീഡ് വളരെ പ്രധാനമാകുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ LDF ക്യാമ്പിലെ ഒരു റിയാക്ഷൻ, പ്രതികരണം, അത് ഔദ്യോഗിക പ്രതികരണമല്ല എങ്കിലും എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? LDF കേന്ദ്രങ്ങൾ പറയുന്നത് വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ഈ മണ്ഡലത്തിന്റെ മനസ്സ് എന്ത് എന്നത് കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു സൂചിക ലഭിക്കും എന്നതാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴിക്കടവ് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ കാര്യങ്ങൾ ബോധ്യമാകുമെന്നതാണ് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. വഴിക്കടവും മൂത്തേടവും എന്ന് പറയുന്നത് ലീഗിന്റെ തട്ടകം കൂടിയാണ്. അതുകൊണ്ട് ഈ വഴിക്കടവും മൂത്തേടവും എണ്ണിക്കഴിയുന്ന ഘട്ടത്തിൽ ഒരു 4000+, എന്ന രീതിയിൽ ലീഡ് ഉണ്ടായെങ്കിൽ അതൊരു ട്രെൻഡായി, UDF-ന് അനുകൂലമായ ട്രെൻഡായി മാറും. പക്ഷേ അതിൽ താഴെയാണെങ്കിൽ M സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട് എന്നതാണ് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യങ്ങളാണ് വർക്കൗട്ട് ആവുന്നതെങ്കിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക്, ഏറ്റവും ഉദ്വേഗജനകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അവസാനം എണ്ണുന്നത് അമരമ്പലം ഉൾപ്പെടെയുള്ള ഇടങ്ങളാണ്. LDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സ്ഥലങ്ങളാണ്. അമരമ്പലമായാലും കരുളായി ആയാലും ഇതുൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. എന്തായാലും അതാണ് LDF ക്യാമ്പിന്റെ ഒരു ആത്മവിശ്വാസമായി ഏറ്റവും ഒടുവിലും പറയുന്നത്. 1500-ന് മുകളിലുള്ള വോട്ടിൽ M സ്വരാജ് ജയിക്കുമെന്നതാണ്. അതായത് ബൂത്തുകളിൽ എടുത്ത കണക്കുകൾ, അതിൽ ഉറപ്പായിട്ടുള്ള ഷുവർ വോട്ടിന്റെ കണക്ക് കൂട്ടിയിട്ടാണ് ഈ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നതാണ് ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇടത് കേന്ദ്രങ്ങളാണെങ്കിലും വലത് കേന്ദ്രങ്ങളാണെങ്കിലും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ PV അൻവർ ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നുണ്ട്. PV അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ ഗണ്യഭാഗവും UDF വോട്ടാകുമെന്നാണ് LDF പറയുന്നത്. എന്നാൽ UDF പറയുന്നത് LDF വോട്ടാകും PV അൻവർ പിടിക്കുന്നതിലെ ഗണ്യഭാഗം എന്നതാണ്. ഇതിൽ ഏത് കണക്കുകൂട്ടലാണ് ശരിയാകുന്നത് എന്നതും ഈ ഫലം നിർണ്ണയത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി മാറും എന്നത് തീർച്ചയാണ്. എന്തായാലും ഈ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും UDF ശക്തി കേന്ദ്രങ്ങളാണ് ആദ്യം ഇടുന്നത്. പക്ഷേ UDF ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോഴും 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ വഴിക്കടവ് പ്രദേശത്ത് ചെറിയ സ്ലൈറ്റ് എഡ്ജ് LDF-നായിരുന്നു എന്നതും എടുത്തു കാണേണ്ടതാണ്. പക്ഷേ അത് അൻവർ ആയിരുന്നു അന്ന് മത്സരിച്ചിരുന്നത്. എന്തായാലും അൻവർ പിടിക്കുന്ന ചില വോട്ടുണ്ട്. അൻവറിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നതും വഴിക്കടവിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അൻവർ പിടിക്കുന്ന വോട്ടിന്റെ ഗതി എന്നത് സംബന്ധിച്ചുള്ള കാര്യം വഴിക്കടവിൽ നിന്ന് അറിയാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ നേരത്തെ പരാമർശിച്ചു വന്നത് LDF-നും UDF-നും വഴിക്കടവ് പഞ്ചായത്ത് വളരെ പ്രധാനപ്പെട്ട ദിശാസൂചകമായി മാറും എന്താണ്. രാഗിൻ കൂട്ടിച്ചേർത്ത ആ പോയിന്റ് വളരെ പ്രസക്തമാണ്. PV അൻവറിനും വളരെ പ്രധാനപ്പെട്ട ദിശാസൂചകമായി അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതുകൂടി ആദ്യ പഞ്ചായത്ത് എണ്ണുമ്പോൾ നമുക്ക് വ്യക്തമാകും. വഴിക്കടവ് പഞ്ചായത്ത് കൃത്യമായൊരു ദിശ നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കും. എങ്ങോട്ടാണ് നിലമ്പൂരിന്റെ ജനവിധി പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം ഈ വഴിക്കടവ് പഞ്ചായത്തിലെ ലീഗിന്റെ കൂടി വലിയ ശക്തി കേന്ദ്രമാണ്. കോൺഗ്രസിന് സ്വാധീനമുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും LDF-ആണ് ലീഡ് ചെയ്തത്. 2016 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PV അൻവറും ആര്യാൺ ഷൗക്കത്തും നേരിട്ട് ഏറ്റുമുട്ടിയ 2016 തെരഞ്ഞെടുപ്പിൽ അന്ന് 2162 വോട്ടിന്റെ ലീഡ് LDF-നുണ്ടായിരുന്നു വഴിക്കടവ് പഞ്ചായത്തിൽ. പക്ഷേ അത് 2021 എത്തിയപ്പോൾ കേവലമായ 35 വോട്ടിന്റെ ലീഡായി വഴിക്കടവ് പഞ്ചായത്തിലെ LDF ലീഡ് ചുരുങ്ങിയിരുന്നു. മുസ്ലിം ലീഗിനും വലിയ സ്വാധീനമുള്ള മേഖലയാണ് വഴിക്കടവ് പഞ്ചായത്ത്. ഇവിടെയാണ് PV അൻവറും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് LDF-ന്റെ ഭാവി എന്ത്, UDF സ്ഥാനാർത്ഥിയുടെ ഭാവി എന്ത്, PV അൻവറിന്റെ ഭാവി എന്ത്, ഈ 3 ഘടകങ്ങളും കൃത്യമായി വ്യക്തമാകും വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ആദ്യ പഞ്ചായത്തിൽ, വഴിക്കടവ് പഞ്ചായത്തിൽ. മാത്രമല്ല ഒരു കൗതുകകരമായ കണക്കുകൂടി പ്രേക്ഷകരോട് ഈ പുലർച്ചെ എനിക്ക് പറയാൻ കഴിയും. ഈ വഴിക്കടവ് പഞ്ചായത്തിൽ VVPAT മെഷീനിൽ ചില പ്രശ്നങ്ങളുണ്ട്, സാങ്കേതിക തകരാറുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബൂത്ത് നമ്പർ 2-ൽ 2-ാം നമ്പർ ബൂത്തിൽ VVPAT പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അവിടുത്തെ VVPAT മെഷീൻ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ തുറന്ന് പരീക്ഷിച്ചിരുന്നു. അവിടെ പോൾ ചെയ്യപ്പെട്ട 48 വോട്ടുകളാണ് പരിശോധിച്ചത്. അതിൽ 42 വോട്ടും UDF-ന് അനുകൂലമായിരുന്നു. 2-ാം നമ്പർ ബൂത്തിൽ VVPAT മെഷീൻ സാങ്കേതിക തകരാർ തുറന്ന് പരിശോധിക്കുമ്പോൾ
48 വോട്ടിൽ 42 വോട്ടും UDF സ്ഥാനാർത്ഥിക്കായിരുന്നു. ഇത് UDF അനുകൂലമായ ഒരു ട്രെൻഡ് വഴിക്കടവിൽ ഉണ്ട് എന്നതിന്റെ സൂചനയാണ് എന്നാണ് UDF നേതാക്കൾ വിശദീകരിക്കുന്നത്. ഇത് കേവലമായ 48 വോട്ടിന്റെ കണക്കാണെങ്കിലും വഴിക്കടവ് വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റായി ഈ തെരഞ്ഞെടുപ്പിൽ മാറാൻ പോവുകയാണ്. വഴിക്കടവിൽ ആര് ലീഡ് പിടിക്കുന്നു, വഴിക്കടവിലെ ലീഡ് എത്ര എന്നത് വളരെ 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 പ്രധാനമാണ്. LDF-ന് നിലവിലെ ലീഡ് വഴിക്കടവിൽ നിലനിർത്താൻ ആയില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടും എന്ന സൂചനയുണ്ട്. അതേസമയം UDF-ന്റെ ലീഡ് വളരെ ചുരുങ്ങിയ ലീഡ് ആണെങ്കിൽ പിന്നീട് അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ LDF-ന് തിരികെ കയറാൻ കഴിയും, വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന സാധ്യതയുണ്ട്. വഴിക്കടവ് പഞ്ചായത്തിൽ PV അൻവർ വലിയ വോട്ട് പിടിക്കുകയാണെങ്കിൽ ആ വോട്ട് ഏതെങ്കിലും ഒരു മുന്നണിയിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്നു, ഗ്യാപ്പ് ഉണ്ടാക്കുന്നു, ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്നാണ് ഈ വോട്ട് ചോർന്നു പോകുന്നത് എന്ന സൂചനയുണ്ടെങ്കിലും അത് ഫലത്തെ വലിയ തോതിൽ ബാധിക്കും എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും. ഓരോ ബൂത്ത് തിരിച്ചുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, മുൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യവും വ്യക്തവുമായി ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്.